തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വാർത്താ സമ്മേളനം നാളെ ഉച്ചയ്ക്ക് 12:30 ഡൽഹിയിൽ നടക്കും. മറ്റന്നാൾ ഫലം വരാനിരിക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുക. തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും മാധ്യമങ്ങളെ കാണും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു. ജിഷ്ണു, ഈ വാർത്താ സമ്മേളനം അതുമായി ബന്ധപ്പെട്ട നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ലക്ഷ്മി, ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം മറ്റന്നാൾ നടക്കാനിരിക്കെയാണ്. നാളെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും കമ്മീഷണർമാരും വാർത്താ സമ്മേളനം നടത്തും എന്നുള്ളത് അറിയിച്ചിട്ടുള്ളത്. നാളെ 12:30 വാർത്താ സമ്മേളനം നടത്തും എന്നാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനം പതിവുള്ളതല്ല. തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനത്തിന്റെ തലേദിവസം ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്താറുള്ളതല്ല. അതുകൊണ്ട് തന്നെ നാളെ നടക്കുന്ന വാർത്താ സമ്മേളനത്തിന്റെ അജണ്ട എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരിക്കേണ്ടതുണ്ട്. അത് സംബന്ധിച്ച് യാതൊരു വിശദീകരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടില്ല. പക്ഷേ വിലയിരുത്താൻ സാധിക്കുന്നത് ഈ 7 ഘട്ട തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് അതിന്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരിക്കുന്നുണ്ടാവും. ഒപ്പം ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള ക്രമീകരണങ്ങൾ, ഏതെല്ലാം രീതിയിലാണ് അതിന്റെ ക്രമീകരണങ്ങൾ ഉള്ളത്, ഫലപ്രഖ്യാപനം എങ്ങനെ തത്സമയം അറിയാൻ സാധിക്കും എന്ന് തുടങ്ങിയിട്ടുള്ള വിവരങ്ങളായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നാളെ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് BJPയുടെ ഒരു സംഘം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുകയും ഇത്തരത്തിൽ ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട സുതാര്യത ഉറപ്പാക്കുകയും അതിന്റെ ക്രമീകരണങ്ങൾ, നടപടികൾ മികവുറ്റതാക്കണം എന്നൊന്ന് കാണിച്ചുകൊണ്ട് കത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മറ്റന്നാൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപനം നടക്കാനിരിക്കെയാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം നടത്തുന്നത്. ഏതായാലും വോട്ടെടുപ്പ് സമാധാനപരമായി പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന വിഷയം തന്നെയാണ്. കഴിഞ്ഞ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പും കൂടാതെ അതിനുശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളും ഇത്തരത്തിൽ സമാധാനപരമായി നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിക്കുന്നുണ്ട്. മുൻപ് തെരഞ്ഞെടുപ്പ് വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ബൂത്ത് പിടുത്തവും സ്ഫോടനവും വടക്കിഴക്കൻ മേഖലയിലും ബീഹാറിലും പശ്ചിമ ബംഗാളിലും എന്തിന് കേരളത്തിൽ പോലും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സംഘർഷങ്ങൾ തുടർക്കഥയായിരുന്നെങ്കിൽ ഇന്ന് സംഘർഷങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സമാധാനപരമായി വോട്ടെടുപ്പ് നടത്താൻ സാധിക്കുന്നു. അത് കൃത്യമായി പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് വോട്ടെടുപ്പ് പൂർത്തിയാക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സാധിക്കുന്നു. ഇക്കാര്യങ്ങളെല്ലാം തന്നെയായിരിക്കും നാളെ വാർത്താ സമ്മേളനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മിഷൻ ചൂണ്ടിക്കാണിക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയ സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ ഒരു കാര്യങ്ങളൊപ്പം തന്നെ വോട്ടെണ്ണലിന്റെ ദിവസം നടപടിക്രമങ്ങൾ അതൊക്കെയായിരിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനത്തിന്റെ അജണ്ടയായി വെച്ചിരിക്കുക പറയാൻ എന്നുള്ളതാണ് ഊഹിക്കാൻ സാധിക്കുന്നത്. ജിഷ്ണുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.